വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് ചലഞ്ച് ആട്ടോ. എന്താ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സ്ക്വിഷി വിയസ് കോട്ടൺ സ്ക്വിഷി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എനിക്ക് ഇവൾക്കും ഞങ്ങൾ സ്ക്വിഷി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ കോട്ടൺ വെച്ചിട്ടാണ് സ്ക്വിഷി ഉണ്ടാക്കണത്. ഇവിടെ എന്താണ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. അപ്പം എനിക്ക് കളർ പേപ്പറാണ് തന്നിരിക്കുന്നത്. ഇവൾക്ക് ഞാൻ A4 ഷീറ്റാണെങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കാണുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ കോമൺ ഐറ്റംസ് ആട്ടോ. അപ്പോൾ നമുക്കിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എനിക്കുള്ള സംഭവങ്ങളാണ്, ഇത് ഭാവിക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ വെട്ടിയെടുക്കുന്നുണ്ട്. ഒരു കളർ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നമുക്ക് മടക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ഞാനൊരു ഹേർട്ടാണ് ചെയ്യുന്നത്. ഞാൻ റെഡ് ആയതുകൊണ്ട് നമുക്ക് ഹേർട്ട് ഞാൻ സർക്കിൾസ് ആണ് ഉണ്ടാക്കുന്നത്. സർക്കിളായിട്ടുള്ള സ്റ്റിച്ച്. അപ്പോൾ ഞാൻ 2 പേപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വരും നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനുണ്ടല്ലോ ഇവിടെ ഒരു പോക്കറ്റ് കൊണ്ട് സാധനം നിറച്ചിട്ട് അവിടെ നമുക്ക് കുറച്ച് ഡിസൈൻസ് ചെയ്യണം. കാരണം നമുക്കിവിടെ വാഹനത്തിലെ കളർ പേപ്പർ അല്ല. അപ്പം ഞാൻ ഇതല്ലോ ഇങ്ങനെ ആണ് ആക്കിയിരിക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ഞ് നിറയ്ക്കാം. അപ്പോൾ ഞാൻ 2 ഹേർട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്, ഒരേ മെഷർമെൻറ്റിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് നിറയ്ക്കാം. ഓക്കെ, ആ ഒക്കെ റെഡിയാവും. ഇപ്പോൾ ഞാനിത് വട്ടത്തിൽ കട്ട് ചെയ്യാൻ പോട്ടെ. ഞാൻ ഇവിടെ മൊത്തം ഇത് കുറച്ച് ഭാഗം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിന്ന് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വട്ടത്തിൽ ആദ്യം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെലോടേപ്പിൻ്റെ ഈ സാധനം കണ്ടുപിടിക്കാൻ നല്ലതാണ്. അല്ല, ഭയങ്കര പാടാണ്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം ഇത് ക്വാളിറ്റി നോക്കാനായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതൊക്കെ ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണിക്ക് നമ്മളെ കഴിവൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാനിതിനുള്ളിൽ പഞ്ഞൊക്കെ നിറയ്ക്കാൻ പോവാണ്. അപ്പം നമുക്ക് ബാക്കി വരുമോ നോക്കാം. എന്തായാലും അത് നമുക്ക് സെലോട്ടി പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഗൈസ് ഞാൻ ഈ സർക്കിൾ ഷേപ്പാണ്. ബാക്കി നമുക്ക് ഷെയ്ഡാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ പസിൽ പോലെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഒരു സിമ്പിളായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്മൈലി ഇതാണ്. അപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായിട്ടായിട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എന്താകെ പരിപാടി പറഞ്ഞാൽ ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്കൊന്ന് ഉള്ളി നിറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലഫി ആക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യം നോക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ ഞാൻ സെലോടേപ്പ് ഒട്ടിച്ച് വെച്ചു. പക്ഷേ അതിന് ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് നിറയ്ക്കണം. അപ്പോൾ ഗൈസ് ഞാൻ സെലോടേപ്പ് ഇവിടെ മൊത്തം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ക്ലിയർ ആയിട്ട് ഇപ്പം കാണാം. നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാം. നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി സെല്ലോട്ടെ പൊട്ടിക്കാം. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. കൂടെ ഇതിനകത്ത് ഡെക്കറേഷൻ ചെയ്യണമായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് റൈറ്റിങ്സ് ഒക്കെ എഴുതായിരുന്നു. അത് പോയിട്ട് ഞാൻ പിന്നെ ക്യൂട്ട്നെസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാനിപ്പം വെറുമായി സിമ്പിളായി പോയിട്ട് അവളല്ലേ ഒരു സിമ്പിളാണ്.
അതിനകത്ത് പ്ലാസ്റ്റിക് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലോ ടിപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം, ഇവിടെ അറ്റം കവർ ചെയ്യാം കേട്ടോ. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പെഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഗുമ്പിൾ വെച്ചിട്ട് കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ നമ്മളുണ്ടല്ലോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല ക്യൂട്ട്നെസ് ജോലി കുറവും വരുത്തരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഇത് നന്നായിട്ട് സെലോ ടേപ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് അടുത്തുണ്ടാകും. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തു മാറ്റിക്കാം. അപ്പോൾ നമുക്ക് അടുത്തുണ്ട്. അപ്പോൾ ഗൈസ്, ഈ സ്ക്വിഷ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചിലവർക്കൊക്കെ അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്വിഷ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടാ കേട്ടോ. കാര്യം ചെയ്തിട്ട് ഞാൻ അവിടെ ഉള്ളൊരു സെലോ ടേപ്പ് അത് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, എൻ്റെ സ്ക്വിഷ് റെഡിയായി. ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ചെയ്തില്ല, ഹേർട്ട് വെട്ടിയെടുത്തു. ഇതിനകത്ത് പിന്നെ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക് നിറച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്ക്വിഷ്. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ സ്ക്വിഷ് റെഡിയാക്കി ഇരിക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. അപ്പം ഞാനിതൊക്കെ റിലീഫ് ചെയ്യാമെന്ന് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് അടിഭാഗം മുറിച്ച് കളയാം. എൻ്റെ ഫസ്റ്റ് സ്ക്വിഷ് റെഡിയായി. സൗണ്ടൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല, സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്ത സ്ക്വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലൗഡ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ ക്ലൗഡ്സ് വരച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ക്വിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്യൂട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ സ്മൈലി ആക്കി എന്തായാലും ഇനി നമുക്കിത് ക്ലൗഡ് ആക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സൂര്യനും ഇത് ആകാശവും ഒക്കെ പോലെ ആക്കട്ടെ. യെസ്, അപ്പോഴത്തേക്കും അവൾ എൻ്റെ പെൻസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹേർട്ടിൻ്റെ ഉണ്ടാക്കി. ഇനി റെഡ് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതാം, എന്നിട്ട് ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൊടുത്ത് സെറ്റാക്കാം. ഗൈസ്, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ആകാശം വരച്ചിട്ട് ഒരുമാതിരി കൊള പോലെയൊക്കെ ആയി പോയിട്ടു. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ഥലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, അപ്പം ഞങ്ങൾ നല്ല പണിയാണ്. സബ്സ്ക്രൈബ് പ്ലീസ്. ഗൈസ്, പിന്നെ നമ്മൾ ഏതൊരു ചിത്രം വരച്ചാലും നല്ല ക്യൂട്ടായിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്ന കണ്ണിലാട്ടോ. കണ്ണാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ക്യൂട്ട്നെസ്സിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ കണ്ണ് ഒക്കെ നമ്മൾ സെറ്റായി കൊടുക്കാൻ പോവാണ്. കുഞ്ഞു കണ്ണാണ് ഒന്നാതെ. യെസ്, യെസ്, അങ്ങനെ നമ്മൾ കണ്ണ് സെറ്റാക്കി. ഇത് നമുക്ക് ബാക്കി കളർ അടിച്ചാൽ മാത്രം മതി കേട്ടോ. രണ്ട് സ്കെച്ച് ആട്ടോ മെയിനായിട്ട് വേണ്ട. ഒന്ന് ബ്ലൂവും പിന്നെ ഒരു പീച്ച് പോലത്തെ കളറും ചെയ്യാം. അതിന് ജസ്റ്റ് ഒന്ന് ബ്ലഷ് കൊടുക്കാം. ഐഷാഡോ വേണോ? ക്ലൗഡ് അങ്ങനെ ഐഷാഡോ ഒന്നും അറിയില്ല, സാരില്ല. ാണ് ഗൈസ്. ഇതിൻ്റെ അതിനിടയ്ക്ക് സ്കെച്ച് ചെയ്താണ്ടിരുന്നാൽ മതി കേട്ടോ. അവൾ എന്നെ ജസ്റ്റ് ഒന്ന് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അവൾ നോക്കിയാട്ടോ. Guys, subscribe please. നമ്മൾ സ്കെയിലൊന്നും എടുത്തില്ല കേട്ടോ ഗൈസ്, അതുകൊണ്ട് ഇനി ഈ ചാർജിലേക്ക് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്ലാക്ക് സ്കെച്ചും കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. വാച്ച് വരണ സൗണ്ട് ഒന്നും കേൾക്കില്ല, അവൾക്ക് പണ്ടേ സൗണ്ട് ഇല്ല, അതാണ്. ിലെങ്കിലും കാതൊക്കെ മതി എന്നാണ് എൻ്റെ
അപ്പോൾ നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പിൽ വൈറ്റ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് കോമൺ ആണ്. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് എനിക്ക് വേറൊരു പണികളെ പറ്റി. ഞാനിത് ഈ പീച്ച് കളറാട്ടോ ഫസ്റ്റ് അടിച്ച്. അപ്പോൾ ഈ ബ്ലൂവും ബ്ലാക്കും ഒക്കെ വന്നപ്പോൾ ഇതാ ഗൈസ് ഈ ബ്ലഷ് മഞ്ഞായിപ്പോയി ഗൈസ്. എന്താ അറിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. യെസ്, ഞാൻ ആദ്യം കുറച്ച് സെറ്റാക്കി നമുക്ക് ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ പിക്ചറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, കളറും കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇതിന് ചെയ്ത പോലത്തെ നമുക്ക് ടേപ്പും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ സബ്സ്ക്രൈബിൻ്റെ ലോഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല, ഇനി അത് മുറിച്ചെടുക്കണം. നമ്മളിതാ വൈറ്റ് ലോഗോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് 2 പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പ്ലെയിൻ ആണ്, ഒന്നുമില്ല, ഇതിനകത്ത് മതി. അപ്പം നമുക്കിത് ഒട്ടിച്ചെടുക്കണം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഈ 4 ഭാഗവും കവർ ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. ഒട്ടിക്കാം. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ, ടാസ്ക് തന്നെയാണത്. ഞാനും പറഞ്ഞില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. എന്താ പറയുക, നമ്മളൊരു സീരിയസ് കാര്യം ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ പൊട്ടിച്ച് നമ്മുടെ നഖം വരെ പൊട്ടിച്ചു. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ടാസ്ക് പണിയാട്ടോ ഇത്. എന്നെ അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 ഇതും ഞാൻ റെഡിയാക്കി. ഒന്ന് ക്ലൗഡും ഒന്ന് സ്മൈലി ആട്ടോ ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഒരു ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല, പൂർത്തിയാക്കണം. ഇനി നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണം. ഗൈസ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹേർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അല്ലേ കുറച്ചുകൂടെ ക്യൂട്ട് നിങ്ങൾ പറയാം. എൻ്റെ അല്ലേ കണ്ടോ നോക്ക്, ക്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെയാണ്. പക്ഷെ എൻ്റെ കഴിച്ചു ഇത് കുറച്ചും കൂടെ ഇതാക്കുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വാച്ച് നിങ്ങൾ ബ്ലാക്ക് ഹേർട്ട് പറിക്കുന്നത് അടിപൊളി നല്ലതാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, ഇത് നല്ല സൗണ്ട് ഉണ്ട്. അതെ അതെ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഇത് ഇങ്ങനെ ആക്കി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇവൻ എന്തിനാ വന്നിരിക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടൊക്കെ പറയാനാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആരാണ് നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കണേ ഒക്കെ അവൻ ഇതാക്കാൻ. ഓക്കെ, പറയില്ലേ നീ? എനിക്കെന്നെ തരില്ലേ? അവൻ എൻ്റെ കൊച്ചു, അപ്പോൾ അവൻ എനിക്കെന്നെ തരും. അതെ അതെ അതെ, ക്യൂട്ട്നെസ്സും ഒക്കെ നോക്കണം നീ. ക്യൂട്ട്നെസ് മാത്രമല്ല, സൗണ്ട് നോക്കണം. ആ ഓക്കെ, ഭംഗിയില്ല ഇതിന് മാർക്ക് കുറച്ചു. എന്ത് ചെയ്യാൻ, അല്ലെങ്കിലും കുട്ടി അവളുടെ കൂടെ നിൽക്കുള്ളൂ, എൻ്റെ കൂടെ അവൾ കുട്ടാപ്പ് നിൽക്കില്ല കേട്ടോ. ഇതിനൊരു 10ൽ എനിക്ക് കൊടുക്കാം. 10ൽ 5 പക്ഷേ ഗൈസ് ഇത് നിങ്ങളൊക്കെ പറയും, നിങ്ങൾ പറയുന്നതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഇത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്യൂട്ടാണ് നിങ്ങൾ നോക്കണ്ടേ. യെസ്, ഇവൻ അതൊന്നും നോക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കിട്ടും. അവനല്ലേ അവൾക്ക് കൊടുക്കത്തുള്ളൂ. ഇത് ക്യൂട്ടാണ് ഗൈസ്. പിന്നെ ഒന്നാമതൊരു കാര്യമുണ്ട്, ഇവൻ നേരത്തെ എന്നോട് അടി കൂടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രതികാരം ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതെ, നേരത്തെ അടി കൂടിയിട്ട് ഗൈസ് രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ ഞാനാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ആരും സബ്സ്ക്രൈബ് കൺഫ്യൂഷൻ അടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്കും ചെയ്യണേ. ഏതാണോ പറയൂ. ഏയ് ബോയ് മിസ് ജഡ്ജ് പറയൂ. അങ്ങനെയൊക്കെ വെക്കരുത്. അപ്പൊ ഗൈസ് അതൊക്കെ പോയിട്ടോ കീറി സബ്സ്ക്രൈബ് ചെയ്യാൻ കുഴപ്പമില്ല. അവൻ പറയുന്നത് ഇത് കുഴപ്പമില്ല എന്നാണ്. പിന്നെ
ഇതും നല്ല രസമുണ്ട്. അപ്പൊ ഇത് ഗൈസ്, ഇത് എന്റെ ഇത് കീറിപ്പോയി. പിന്നെ ഇവളുടെ പഞ്ഞിയില്ല. ഞാൻ അപ്പൊ വിചാരിച്ചു നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ നമുക്ക് മാർക്ക് ഇടും. അത്ര മതി. ഈക്വൽ ആയിട്ടാണ് നമ്മളെ മാർക്ക്. നിങ്ങൾ കമന്റിൽ കൂടെ പറയൂ. ഇതിനകത്ത് രണ്ടാമത്തെ ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ പറയാത്ത? എനിക്കിതൊന്നും വേറെ, ഞാൻ ചെക്കനല്ല, എനിക്കിതൊന്നും അറിയില്ല. ചെക്കന്മാർക്ക് ഒന്നും അറിയില്ല കേട്ടോ ഗായ്സ്, ചെക്കന്മാർക്ക് പറയാനൊന്നും അറിയില്ല. അതെ അതെ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതിനകത്ത് ഏതാ നല്ലതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. Crystal twins and